പിന്നെ ഈ മോഹന കുഞ്ഞുങ്ങൾ കുറെ ഉണ്ട്. അതെ, മോഹന കുഞ്ഞുങ്ങൾ. മോഹനൻ മോഹന രാഗത്തിൽ ഒരുപാട് പാട്ടുള്ള അതെല്ലാം ബെസ്റ്റാണ്, സൂപ്പറാണ്. അത് എല്ലാം നമ്മൾ വിചാരിക്കും ഡിഫറെന്റ് ആണ് എന്തായാലും അല്ലേ. ദേവരാജ മാസ്റ്ററുടെ കുറെ പാട്ടുകളുണ്ട് മോഹനത്തിൽ, അല്ലെ? ഒരു 32 പാട്ടുണ്ട്. അതിനോടൊന്നും ഒരു ബന്ധമില്ലാതെ മോഹൻ ഏറ്റവും സിമ്പിൾ സ്കെയിലാണല്ലോ, ഒരു 5 സ്വരങ്ങളേ ഉള്ളൂ. ആ സ്വരങ്ങൾ വെച്ചിട്ട് ഇപ്പൊ കൈതപ്രസാദിന്റെ രചനയിൽ ഉള്ള ഒരുപാട് കളിവീട് ഉറങ്ങിയല്ലോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം, അങ്ങനെ കുറെ പാട്ടുകൾ തിരുമേനി സംഗീതം ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. തിരുമേനി വരി എഴുതിയിട്ടുള്ളതല്ലാത്ത രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുകളിലെ 2 പാട്ട് പെട്ടെന്ന് തിരുമേനിയോട് ആലോചിക്കാൻ സന്ധ്യക്ക് ഞാൻ പറയും, എനിക്ക് അത്ര ഇഷ്ടമായത്. പിന്നെ തേനും വയമ്പും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മോഹന കുഞ്ഞുങ്ങളിൽ ഏറ്റവും മനോഹരൻ, ഏറ്റവും സുന്ദരനായ ഒരു കുഞ്ഞെന്ന് പറയുന്നത് തിരുമേനിയുടെ രചനയിൽ മാഷയുടെ ഏതോ നിദ്രതൻ. അത് തിരുമേനി തന്നെയല്ലേ അതാണ് അതെ, അതാ ഞാൻ പറഞ്ഞത്. മോഹനത്തിൽ എന്ന് പറഞ്ഞപ്പോ മാഷ് മോഹനത്തിന്റെ പല കളേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ് അസാധ്യ പ്രണയത്തിന്റെ ഭയങ്കര സംഭവം.